Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെയും ഫേസ്ബുക്ക് പേജിലെയും എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പുറത്തുപോയി വരുമ്പോൾ വല്ലാതെ ഡള്ളാകുന്നു. ഇത് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒന്നാണ് അല്ലേ. ഇതിന് ഏറ്റവും പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം പറയാനാണെങ്കിൽ ഫേസ് ബ്ലീച്ചേ ഉള്ളൂ. ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് മിക്കവരും ഇത് ചെയ്യുന്നത്. കെമിക്കൽസ് അടങ്ങിയ ബ്ലീച്ച് നമ്മുടെ ചർമ്മത്തിന് ദോഷമാണ്. പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഭാവിയിൽ അത് കാരണമാകാറുമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, സ്കിൻ സ്പെഷ്യലിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്. ബ്ലീച്ച് വീട്ടിൽ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും മാസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഇത് ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ ബ്ലീച്ച് ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി പുതിയ വ്യൂവേഴ്സിനോടായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അതിനു മുമ്പ് അത് നമ്മുടെ ചർമ്മത്തിന് യോജിക്കുന്നതാണോ എന്നൊന്ന് നോക്കുക. അതായത് ഒരു അലർജി ടെസ്റ്റ് പോലെ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പാക്കോ എന്താണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് ഇട്ട ശേഷം ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ഫുൾ അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് സ്കിൻ ഒക്കെ ഉള്ളവർ ഈ രീതിയിൽ ചെയ്യാതെ ഒരു കാരണവശാലും ഒന്നും മുഖത്തിടരുത്. നമ്മുടെ ഈ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനലിൽ ധാരാളം ബ്യൂട്ടി ടിപ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് വീഡിയോസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ബ്യൂട്ടി പ്രോബ്ലംസ് ഉള്ളവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. കൂടുതൽ ടിപ്സുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ ദിവസവും ഉപയോഗിക്കാവുന്ന തികച്ചും പ്രകൃതിദത്തമായ ഫേസ് ബ്ലീച്ചാണ് കുക്കുംബർ ഫേസ് ബ്ലീച്ച്. രാവിലത്തെ തിരക്കിനൊന്നും ടൈം ഇല്ലെങ്കിൽ പോലും കുറച്ച് കുക്കുംബർ ചതച്ചെടുത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. കുക്കുംബറിൽ 80% വെള്ളമാണ്. ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് ഡ്രൈ ആകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ ഇത് ഉപയോഗിക്കാവുന്നത്. എല്ലാത്തരം സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. വൈറ്റമിൻ B1 ഇതിലുണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും സ്കിൻ ഡാമേജ് ആകുന്നതിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പ്രായമാകുമ്പോൾ ചർമ്മം തൂങ്ങിപ്പോകാറുണ്ട്. അതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയാവോ? ഓൾറെഡി ഞാനത് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. കൊളാജൻ ഉൽപ്പാദനം പ്രായം കൂടുന്നതിനനുസരിച്ച് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലർക്ക് പ്രായമാകാതെയും ഈ കൊളാജൻ ഉൽപ്പാദനം കുറയാറുണ്ട്. കുക്കുംബറിലെ വൈറ്റമിൻ സി കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ കഴിവുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഈ കുക്കുംബർ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. കുക്കുംബർ മാത്രമായിട്ടോ അല്ലെങ്കിൽ തൈരുമായിട്ട് മിക്സ് ചെയ്തോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നല്ലൊരു ബ്ലീച്ചാണ്. അപ്പോൾ നിറം വെക്കുകയും ചെയ്യും. 15 മിനിറ്റ് നേരം നമ്മളിത് സ്കിന്നിൽ പുരട്ടിയ ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. മുഖത്തിൻ്റെ നിറം വയ്ക്കുന്നതിന് ഒരാഴ്ച ഡെയിലി ഇത് ഉപയോഗിക്കുക. ഒരാഴ്ച കഴിഞ്ഞും നമുക്ക് തുടർന്നും ഇത് ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടുവാനായിട്ട്, അതായത് ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് ഫ്രഷ്നെസ് ഒക്കെ കിട്ടുവാനായിട്ട് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരല്പം കൂടുതൽ എടുത്ത് വെച്ചിരുന്നാൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നേ ഉള്ളൂ. ബ്യൂട്ടി ടിപ്സ് വാട്സപ്പിൽ ചോദിക്കുന്നവരോടായിട്ട് ഇനിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഓഫീസിലെ ജോലിയും എല്ലാം കഴിഞ്ഞിട്ട് വേണം വീഡിയോ പ്രിപ്പയർ ചെയ്യാനൊക്കെ എനിക്ക് ടൈം കിട്ടുന്നത്. അതുകൊണ്ട് ബ്യൂട്ടി ടിപ്സുകൾ ചോദിക്കുന്നവർ യൂട്യൂബിലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുണ്ട്, ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് എളുപ്പമായിരിക്കും വീഡിയോ ലിങ്ക് എടുത്ത് തരുവാനൊക്കെ. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെയാണ് കൂടുതൽ കംഫർട്ടബിൾ. വാട്സപ്പിലൊക്കെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ടൈപ്പ് ചെയ്യാനൊക്കെ. സമയക്കുറവ് കൊണ്ടുകൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ്. അതൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സുകൾ നല്ല റിസൾട്ട് കിട്ടുകയുണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്കും അതുപോലെ എനിക്കും പ്രയോജനകരമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.